കുറേ നാളായി നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഒരു കോൺട്രാക്റ്റിൽ ആളില്ലാതെ അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇന്ന് ആ സുദിനം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ യോഗത്തിൽ തന്നെ ഇത് എത്രയും പെട്ടെന്ന് നിറവേറ്റണമെന്നുണ്ടായിരുന്നു. ഇത് നമുക്കൊരു കോൺട്രാക്റ്റും കിട്ടിയിട്ടുണ്ട്. ആ പരിപാടിയുടെ ലളിതമായ ഉദ്ഘാടനം നടത്തുകയാണ്. ഇവിടെ ഇതിനായി സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനിയായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള വിപിൻ, ജയശ്രീ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതാ സർക്കാർ, പ്രിയപ്പെട്ട ആന്റണി, മുൻ വൈസ് പ്രസിഡന്റ് സുധാകരൻ, CDS ചെയർപേഴ്സൺ യമന രവീന്ദ്രൻ, പഞ്ചായത്തിന്റെ എഞ്ചിനീയർ ഉൾപ്പെടെ ചേർന്നിട്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായി നമസ്കാരം. ാണെന്ന് നമ്മൾ ഈ മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ്. നമുക്കറിയാം, പഞ്ചായത്തിന്റെ ഈ ഭരണസമിതി കഴിഞ്ഞപ്പോൾ തന്നെ പുനരുദ്ധാരണത്തിനായിട്ട് നഗരസഞ്ചയ എന്നാൽ പല സാങ്കേതിക നഗരസഞ്ചയ പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി താലൂക്ക് സർവേയിൽ നിന്ന് ഇതിനുള്ള സമയം ലഭിച്ച് ഇത് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് കാലതാമസം നേരിട്ടതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ടെൻഡർ എടുക്കുന്നതിനുള്ള കാലതാമസം, പല ടെൻഡർ ചെയ്തിട്ടും ആ വർക്ക് ഏറ്റെടുക്കുന്നതിന് കോൺട്രാക്ടേഴ്സ് മുന്നോട്ട് വരാത്തൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ തരത്തിലുള്ള കാരണങ്ങളാൽ നമ്മുടെ വർക്ക് നീണ്ടുപോവുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ ലതാ സഹദേവൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് നമ്മുടെ ലിജി രതീഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എല്ലാ യോഗങ്ങളിലും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ഏറ്റവും അവസാനം ഇപ്പോൾ ഈ ഫണ്ട് നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്തുകാരെല്ലാവരും ഓരോ ഗ്രാമസഭകൾ കൂടുമ്പോഴും നമ്മുടെ കുളത്തിന്റെ കാര്യം എന്തായി, എന്നാണ് വർക്ക് തുടങ്ങുക എന്നുള്ള ചോദ്യങ്ങൾ ഗ്രാമസഭയിൽ ഉന്നയിക്കാറുണ്ട്. അതിനെല്ലാം പരിണാമം ഇട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഈ കുളം നിർമ്മാണോദ്ഘാടനം വരെ എത്തി നിൽക്കുകയാണ്. ഈ പ്രദേശത്തുകാരുടെ പൂർണ്ണ സഹകരണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇന്ന് നമ്മൾ ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരു ഗോപിച്ചേട്ടൻ ആണ് നമ്മുടെ ഈ വർക്ക് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. എയും ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് സെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയും വേണ്ടത് നിർദ്ദേശം അറിയിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നതാണ് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എൻ്റെ കർത്തവ്യം. ഏറെ പ്രധാനപ്പെട്ട ഈ നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ച നഗരസഞ്ചയ പദ്ധതിയിൽ ലഭിച്ച ഒരു ഫണ്ട് വിനിയോഗം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ, ആരംഭത്തിൽ തന്നെ ഇതിനോടൊപ്പം ഇത് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനൊക്കെ രാവിലെ സർവേയറോടൊപ്പം തന്നെ വൈകുന്നേരം വരെ 2 പ്രാവശ്യമായിട്ടാണ് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ ആദ്യം തുടങ്ങി അവസാനം വരെ ഇതിന്റെ ഒപ്പം നിന്ന് നമ്മുടെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീമതി ലതാ സഹദേവൻ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻ പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷൻ അധികാരികൾ, പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിപിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയശ്രീലാല്, 8ാം വാർഡ് മെമ്പർ എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. കാരണം എല്ലാവരും അതിന് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചേച്ചി ഉൾപ്പെടെയുള്ള ചേച്ചി ഉൾപ്പെടെയുള്ള പ്രസിഡന്റുമാരായ സമയത്താണെങ്കിലും സുകുമാരേട്ടനും വത്സരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, മെമ്പർ ഉൾപ്പെടെയുള്ള സുന്ദരിച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ലാപ്സായി പോകാതെ ഇത് ഒരു കോൺട്രാക്ടർ ഏറ്റെടുക്കാതിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ വളരെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതൊരു തുടക്കമാണ്. നമ്മുടെ മറ്റുള്ള രക്ഷിക്കണം, അതിന് ജനങ്ങളുടേതായ ഇവിടെ വരെ ഒരു വരമ്പുണ്ട്. അത് കരഞ്ഞോണ്ട്
ഇതൊക്കെ പൊളിച്ചളയും. അയ്യോ ഇനി ഇതുപോലെ കാണാം. എവിടെ പോകാൻ പോണ്? എന്ത് ഈ പുല്ല മൊത്തല്ല എന്നാ എന്റെ കുളത്ത് പോയിട്ട് അപ്പോൾ നമ്മുടെ തവളക്കുളത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ എന്തോ ഹിറ്റാച്ച് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടോ എന്തോ കാരണം കൊണ്ട് അന്ന് ഉച്ചവരെ ആണ് പണി ഉണ്ടായത്. പിന്നെ ഇന്ന് അതായത് ഇന്നത്തെ ഡേറ്റ് 14-ാം തീയതി ട്യൂസ്ഡേ. ഇന്ന് വന്നില്ല എന്നാണ് അറിവ് ലഭ്യമായത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കുളത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ കുളത്തിനെ തവളക്കുളത്തിനെ ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുക. ഇപ്പം ഇനി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി കുളമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.